നിർണായകമായ വലിയൊരു അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. വലിയ വാർത്തയിലേക്കാണ് പോകുന്നത്. MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ബലാത്സംഗ പരാതിയുമായി മറ്റൊരു പെൺകുട്ടിയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന് ഇന്ന് ഉച്ചയോടുകൂടിയാണ് 23-കാരി ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. ഗർഭിണിയാകണമെന്ന് പറഞ്ഞുവെന്നും ശരീരമാകെ മുറിവേൽപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് സമാനമായ പരാതിയാണ് മറ്റൊരു പെൺകുട്ടിയും നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ പെൺകുട്ടിയെ ഇയാളുടെ ഹോം സ്റ്റേയിൽ എത്തിച്ച് അതിക്രൂരമായ ബലാത്സംഗത്തിന് വിധിയാക്കി എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ പരാതി. വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി ചൂഷണം ചെയ്ത് മാനസികമായി പീഡിപ്പിച്ചു. 2023 ഡിസംബറിലാണ് പരാതിക്കിടയാക്കിയ സംഭവം നടന്നിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ വഴി തന്റെ പരിചയം ഇയാൾ പുതുക്കി എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്. തന്റെ മൊബൈൽ നിരീക്ഷണത്തിലായതിനാൽ ടെലഗ്രാം നമ്പർ ആവശ്യപ്പെട്ടു. ടെലഗ്രാം വഴി തുടർച്ചയായി വിവാഹ വാഗ്ദാനം നൽകി വിവാഹകാര്യം കുടുംബത്തെയും അറിയിച്ചിരുന്നു. കുടുംബം ആദ്യം എതിർത്തു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായതിന് പിന്നാലെ കുടുംബം സമ്മതിച്ചു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതി ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ ഈ കുടുംബം ഈ ബന്ധത്തിന് സമ്മതം മൂളിയതിനു ശേഷം തുടർന്ന് ബന്ധുക്കളുമായി വീട്ടിൽ എത്താമെന്നാണ് അറിയിച്ചത്. അവധിക്ക് നാട്ടിൽ വരുന്നതിനിടെയായി തന്നെ കാണണമെന്ന് ഇയാൾ ആവശ്യപ്പെടുകയായിരുന്നു. ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒറ്റയ്ക്ക് കാണണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഫെനി നൈനാൻ എന്ന സുഹൃത്ത് ഓടിച്ച വാഹനത്തിലാണ് രാഹുൽ എത്തിയത് എന്ന് ഈ പെൺകുട്ടിയുടെ പരാതിയിലുണ്ട്. എന്തായാലും നമുക്ക് പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക് പോകാം. പ്രശാന്ത്, വളരെ വലിയൊരു വാർത്തയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, അല്ലെങ്കിലും ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായ കാര്യമാണ്. മറ്റൊരു യുവതി കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ അതിഗുരുതരമായ പരാതിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നു. തന്നെ അതിക്രൂരമായി ഇയാൾ പീഡിപ്പിച്ചു, ശരീരത്താകെ മുറിവേൽപ്പിച്ചു. കാര്യങ്ങൾ കൃത്യമായി അക്കമിട്ട് നിരത്തി കോൺഗ്രസിനടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതി KPCC സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ, ഗുരുതരമായ കാര്യങ്ങൾ ഈ പെൺകുട്ടി ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നു പ്രശാന്ത്? രാഖി, ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു യുവതി കൂടി പരാതിയിൽ പറയുന്നത്. KPCC നേതൃത്വത്തിന് അയച്ച ഇമെയിൽ സന്ദേശം വഴി അയച്ച പരാതിയിലാണ് ഇത്തരത്തിൽ തനിക്കുണ്ടായ ദുരനുഭവം യുവതി തുറന്നു പറയുന്നത്. പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത യുവതി കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു 23-കാരിയാണ്. തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ള ആക്രമണങ്ങളടക്കം ബലാത്സംഗമടക്കം നടന്നു എന്നതടക്കം സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഈ KPCC നേതൃത്വത്തിന് യുവതി പരാതി നൽകിയിരിക്കുന്നത്. അതിൻ്റെ പരാതിയിൽ പറയുന്നത് തന്നെ ഗുരുതരമായി ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി, മാത്രമല്ല കടന്നുപിടിക്കുന്ന സാഹചര്യമുണ്ടായി, തൻ്റെ അനുവാദം കൂടാതെ ശരീരത്തിൽ കടന്നുപിടിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. മാത്രമല്ല വിവാഹ വാഗ്ദാനം നൽകി, അതോടൊപ്പം തന്നെ തനിക്ക് കുട്ടി ഉണ്ടാകണമെന്ന ആഗ്രഹം, ഒരു ആൺകുട്ടി വേണമെന്ന ഒരു കുഞ്ഞ് വേണമെന്നൊരാഗ്രഹം യുവതിയോട് പ്രകടിപ്പിച്ചു എന്നതടക്കമുള്ള ഒരു വലിയ പരാതിയാണ് KPCC നേതൃത്വത്തിന് ഈ യുവതി അയച്ചിരിക്കുന്നത്. ഇമെയിൽ വഴി ആണ്, അതായത് സണ്ണി ജോസഫ് KPCC അധ്യക്ഷന് പരാതി അയച്ചത്. ഈ പരാതിയിൽ നിരവധി കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ ഉയർന്നു വന്നതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള പരാതിയാണ്. തനിക്ക് മാനഹാനിയിൽ ഭയമുണ്ടായിരുന്നു, മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യനാണ്, തൻ്റെ പ്രാണഭയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആദ്യം പരാതി പറയായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടി, ഈ യുവതി പറയുകയും ചെയ്യുന്നു. കേരളത്തിന് പുറത്ത് താമസിക്കുന്നൊരു 23-കാരിയായ യുവതിയാണ് നിലവിലെ പരാതിക്കാരി. ആ പരാതിക്കാരിയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉണ്ടാകുന്നത്. രാഹുൽ, നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദ സന്ദേശം ആദ്യം പുറത്തു വന്ന സമയം, ആ സമയത്ത് മറ്റ് പല സ്ക്രീൻഷോട്ടുകളും പ്രചരിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല മറ്റ് പല പെൺകുട്ടികളോടും രാഹുൽ ഈ സമാനമായ രീതിയിൽ പെരുമാറി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് സത്യമാണ്, അല്ലെങ്കിൽ അത് പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇങ്ങനെ പ്രചരിച്ച ആരോപണങ്ങളെല്ലാം സത്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഈ യുവതി പരാതി നൽകിയതിലൂടെ തെളിയുന്നത്. എന്തായാലും KPCC നേതൃത്വം ഈ പരാതി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനൊരു യുവതി പരാതി നൽകിയെന്ന വിവരം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇനി തുടർന്നുള്ള നീക്കങ്ങൾ എന്താണെന്നുള്ളത് KPCC നേതൃത്വം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. മാത്രമല്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ യുവതി തനിക്ക് വലിയ ഭയമുണ്ടായിരുന്നു, പ്രാണഭയമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് താൻ പോലീസിൽ പരാതി നൽകാറുന്നത്, നേരത്തെ പരാതിയുമായി വരാറുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ നിലവിലൊരു പരാതി വന്നപ്പോൾ ആ പരാതിയിൽ നടപടികൾ എടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് തനിക്ക് ഒരു ആത്മവിശ്വാസം വന്നത്, പരാതി നൽകണമെന്നൊരു ആത്മവിശ്വാസം വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ KPCC നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ യുവതി പറയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിൽ, എണ്ണമറ്റ രീതിയിൽ പോകുന്നൊരു സാഹചര്യമാണുള്ളത്. നിരവധി യുവതികൾ അതോടൊപ്പം തന്നെ ചോദിക്കുകയാണ്,
ഇതിനോടകം തന്നെ ഒരു പരാതിയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. മറ്റൊരു പരാതി അന്വേഷണ സംഘത്തിന് മുൻപിലുണ്ട്. ഇപ്പോഴും 6 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ SITക്ക് കൃത്യമായ ഒരു ഉത്തരമില്ല. അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നുള്ളതല്ലാതെ കൃത്യമായ ഒരു ഉത്തരമില്ല. എന്തായാലും നാളെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിക്ക് മുൻപാകെ എത്തുകയാണ്. കോടതിയുടെ തീരുമാനം നാളെ അറിയുകയും ചെയ്യാം. ഇതിനിടെ മറ്റൊരു പരാതി കൂടി ഉയരുമ്പോൾ അന്വേഷണ സംഘം ഈ ഒരു വിഷയത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ക്രൈംബ്രാഞ്ച് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? അത് സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? സ്വാഭാവികമായും ഒരേ സമാനമായ രീതിയിൽ 2 പരാതികൾ വരുന്നു. ആ പരാതികൾ വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ആ പരാതിയുമായി ബന്ധപ്പെട്ട പരാതിയുടെ ഇമെയിൽ സന്ദേശങ്ങളടക്കം സ്ക്രീൻഷോട്ടുകളടക്കം പുറത്തു വന്നിരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ ഈ പരാതിക്കാരിയായ പെൺകുട്ടിയിൽ നിന്ന് മൊഴിയടക്കം എടുക്കാനുള്ള അല്ലെങ്കിൽ പെൺകുട്ടിയുമായി സംസാരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്തായാലും അന്വേഷണ സംഘം അതും ആ ഒരു നിലയിലേക്കും അല്ലെങ്കിൽ ആ ഒരു നീക്കവും നടന്നേക്കുമെന്നായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി പോലീസിലേക്ക് ഈ യുവതി തന്നെ പരാതിപ്പെടുമോ എന്നതടക്കമുള്ള കാര്യങ്ങളും അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരുക്കുകൾ മുറുകുന്നു, കൂടുതൽ ശക്തമാകുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഒന്നിന് പിറകെ ഒന്നായി കേസുകൾ ഇങ്ങനെ പൊന്തി വരുന്ന സാഹചര്യമുണ്ട്, പരാതിക്കാരുടെ എണ്ണം കൂടുന്ന സാഹചര്യമുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിൽ കുരുക്ക് മുറുകുന്നു. നമുക്കറിയാം, ആദ്യം നേരത്തെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതിജീവിതയെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു. അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലെല്ലാം ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ PR ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടവും സംഘവും നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് അത്തരം പരാമർശങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ഒരു പൊളിറ്റീഷ്യനെ കരിവാരിത്തിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരാതി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അതല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവ ദൂഷ്യം ഇങ്ങനെ തന്നെയാണ്. ഒരു പെൺകുട്ടിയോടോ അല്ലെങ്കിൽ ഒരു യുവതിയോടോ മാത്രമല്ല, എല്ലാ പെൺകുട്ടികളോടും എല്ലാ യുവതികളോടും രാഹുലിന് ഒരേ സ്വഭാവം മാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ് ഇപ്പോൾ പുതിയ പരാതി പുറത്തു വരുമ്പോൾ വീണ്ടും ഒരു നമുക്കിപ്പം